തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ അഭിജിത്ത്, സുഹൃത്ത് അജിത് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. സുനിഷ ചേരുന്നു. സുനിഷ, എന്താണ് സംഭവിച്ചത്? ശ്രുതി, റോഷ്നി, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് നെയ്യാറ്റിൻകര കുന്നത്തുനാടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ആ കാറ്ററിംഗ് ജോലി കഴിഞ്ഞതിനു ശേഷം അഭിജിത്ത്, സഹോദരൻ അജിത്ത്, ഒപ്പം തന്നെ ഒരു സുഹൃത്ത്, ഇവർ 3 പേരും വരികയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കൂട്ടം ഈ ബൈക്കിന് നേരെ കൈ കാണിച്ചിരുന്നു എന്നവർ പറയുന്നുണ്ട്. പക്ഷേ നിർത്താതെ വാഹനം മുന്നോട്ട് പോയപ്പോൾ ടോർച്ച് കൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഭിജിത്തിന്റെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചികിത്സയ്ക്കായി എന്നുള്ളതാണ്. പക്ഷേ ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് മനസ്സിലായിട്ടില്ല. നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നത് എക്സൈസോ അല്ലെങ്കിൽ പോലീസോ ഈ ചെക്കിങ്ങിന്റെ ഭാഗമായി നിന്നതാണോ എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി നിർത്താതെ പോയപ്പോൾ ഒരുപക്ഷെ അവരെ നിർത്താനായി ഈ ടോർച്ച് കൊണ്ട് അടിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്ന് ഈ യുവാക്കൾ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇത് നടത്തിയിട്ടുള്ളത്, എന്താണ് അതിന് പിന്നിൽ എന്തടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നത് തന്നെയാണ്. ആ ഭാഗത്ത് CCTV ക്യാമറകൾ ഏതെങ്കിലും ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കും. അങ്ങനെയായിരിക്കും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്തുക. ഏതായാലും നിലവിൽ പോലീസിൽ പരാതി നൽകാനാണ് യുവാക്കളുടെ തീരുമാനം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരുന്ന 3 യുവാക്കൾക്കാണ് ഈ ആക്രമണം നേരിട്ടത്. ഓക്കെ, സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.